അള്ളാന്റെ ഖുർആനിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് അല്ലാഹു ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു. ആ ഖുർആനിനെ ആദരിക്കുന്നില്ലടോ. നമ്മളിൽ പലരും ആദരിക്കുന്നില്ല, അതിനെ ബഹുമാനിക്കുന്നില്ല, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല. പടച്ചവനെ അത് പാരായണം ചെയ്യുന്നില്ല, അത് പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ആ ഖുർആനുമായി നമുക്കൊരു ബന്ധമില്ലാതെ വന്നപ്പോ ഉണ്ടായ നഷ്ടമെന്താ? സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഉസ്താദേ വയത് കേൾക്കാമെന്ന് പെങ്ങളോട് ചോദിക്കട്ടെ, മോളെ 2 നില വീടില്ലേ? അതാ പടച്ചവനെ ഒരുപാട് സ്വർണം നിനക്ക് ധരിക്കാനില്ലേ? നിനക്ക് ധരിക്കാൻ വസ്ത്രമില്ലേ? തിന്നാൻ ഭക്ഷണമില്ലേ? കൂടെ കിടക്കാൻ ഭർത്താവില്ലേ? അല്ലാഹു എല്ലാം നിനക്ക് തന്നല്ലോ. എങ്കിലും മനസമാധാനമുണ്ടോ പെങ്ങളെ? ഈ നിരന്നിരിക്കുന്നവര് ചിരിക്കുന്നുണ്ട്, അഭിനയിക്കുകയാ, പലരും അഭിനയിക്കുകയാ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, പണമുണ്ട്, അല്ല എല്ലാം തന്നിട്ട് നീ പറയുന്ന ഉസ്താദേ മരിച്ചാ മതി ഉസ്താദേ, ആത്മഹത്യ ചെയ്യാൻ തോന്നുകയാണ്. പെണ്ണെ നീ പറയുന്നല്ലോ മക്കളെ ഓർത്തിട്ടാ ഉസ്താദേ, ആഖിറം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ്, ഇല്ലെങ്കിൽ എന്നെ ഞാനിത് ചെയ്തേന് എന്ന് പറയുന്ന സങ്കടപ്പെടുന്ന ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയോ? അതിന്റെ കാരണം എന്തെന്നറിയോ? നിന്റെ ഭർത്താവിന്റെ കച്ചവടം മുഴുവനും തകരാനുള്ള കാരണം എന്താ? നല്ല കച്ചവടമുണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, അല്ല എല്ലാം നിനക്കും നിന്റെ ഭർത്താവിനും തന്നിരുന്നു. എല്ലാം പോയല്ലോ, എല്ലാം നഷ്ടപ്പെട്ടല്ലോ. കച്ചവടം തകർന്നല്ലോ, സാമ്പത്തികമായി തകർന്നല്ലോ, മാനസികമായി തകർന്നല്ലോ. അതിന്റെ കാരണമെന്തെന്നറിയോ? അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹു നിങ്ങൾക്ക് തന്ന ശിക്ഷയാ. പണവും സമ്പത്തും ഒക്കെ ഉണ്ടല്ലോ, എവിടെ നിന്റെ കച്ചവടമൊക്കെ? നല്ല കച്ചവടമുള്ള മനുഷ്യനായിരുന്നല്ലോ നീ, എന്റെ കച്ചവടമൊക്കെ എവിടെ പോയി? ഇന്ന് സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി തകർന്നല്ലോ. ഉസ്താദെ മരിക്കാൻ തോന്നുന്നു ഉസ്താദെ. ഞാൻ എൻ്റെ മക്കളെ ഓർത്തിട്ട, ഇല്ലെങ്കിൽ എന്നേ ഞാൻ ഈ ചങ്ങാതിയും കളഞ്ഞിട്ട് പോയേനെ. ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട് നിങ്ങൾ. എന്തേ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹു തന്ന ശിക്ഷയാ. എന്തിന് തന്ന ശിക്ഷയെന്നറിയോ? കള്ളു കുടിച്ചതിനല്ല, വ്യഭിചരിച്ചതിനല്ല, പലിശ തിന്നതിനല്ല, ശിർക്ക് ചെയ്തതിനല്ല, നിസ്കരിക്കാത്തതിനല്ല, സദഖ കൊടുക്കാത്തതിനല്ല. പിന്നെ അല്ലാഹു എന്തിനാണ് ഈ ശിക്ഷ തന്നതെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിച്ചില്ലല്ലോ. അള്ളാന്റെ കലാമിനെ പരിഗണിച്ചോ? ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നല്ലോ, എന്നിട്ട് നീ പരിഗണിക്കാറുണ്ടോ? നിസാരമാക്കുകയാ. ഉസ്താദേ നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങള് മാറൂല, ഞങ്ങള് നന്നാകില്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഇത് സുഖിക്കാനുള്ളതാ. നിങ്ങളൊക്കെ പറയുന്നത് പോലെ സ്വപ്നലോകത്തെ ജീവിക്കാനുള്ളതല്ല. ആസ്വദിക്കുമോളെ. എന്ത് പറ്റി നിനക്ക്? ആസ്വദിച്ച നിന്റെ ഭർത്താവ് താഴെ വന്നില്ലേ? എല്ലാം ഉണ്ടായിട്ടും തൂങ്ങി മരിക്കാൻ തോന്നുന്നില്ലേ? മരിക്കാൻ തോന്നുന്നില്ലേ? ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലേ? അതിന്റെ കാരണം നീ ഖുർആനിനെ
ദുനിയാവില് മാത്രമല്ല നിന്നെ ഉരുക്കും പെങ്ങളെ, നിന്റെ സർവ്വതും തകർത്തു കളയും അല്ലാഹു. നിന്റെ കച്ചവടം തകർക്കും ബാപ്പാ, നിന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കും ബാപ്പാ. സർവ്വതും നഷ്ടപ്പെട്ടിട്ട് മെഴുകുതിരി ഉരുകുന്നത് പോലെ നീ ഉരുകും മോനെ. ഞാൻ പറഞ്ഞതല്ല, ഈ ദുനിയാവ് മാത്രമല്ല. ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഇത് അല്ലാഹ് പറഞ്ഞതാ, ഇത് അല്ലാഹ് പറഞ്ഞതാ. ഈ ദുനിയാവിലെ സർവ്വതും നഷ്ടപ്പെട്ട് ഈമാനില്ലാതെ മരിച്ചുപോയി. നാളെ ഖബറിനകത്ത് നീ എഴുന്നേൽക്കുമ്പോ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. നീ തന്നെ ചോദിക്കുന്നു, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു, കാലിന് സ്വാധീനമുണ്ടായിരുന്നു, ചെവി കേൾക്കുമായിരുന്നു. റബ്ബേ, ഇന്ന് കണ്ണ് കാണുന്നില്ലല്ലോ, ചെവി കേൾക്കുന്നില്ലല്ലോ, എന്തു പറ്റി അല്ലാ? ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹ് പറയുകയാ, എന്റെ ഖുർആൻ നിന്റെ ചെവിയിൽ ഓതി കേൾപ്പിച്ചപ്പോ നീ പരിഗണിച്ചില്ലല്ലോ, പൊട്ടം കളിച്ചില്ലേ, കാണാത്തവനെ പോലെ അഭിനയിച്ചില്ലേ. അല്ലാഹ് ചോദിക്കുന്ന ആളെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവനെ അള്ളാഹു തകർത്തു കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ കാക്ക ജീവിതം ഇങ്ങനെ ആയിപ്പോയെ? നാട്ടുകാരുടെ മുമ്പിൽ കതറ് വിട്ടിട്ട് നെളിഞ്ഞ് നടക്കുന്നല്ലോ. പൈസയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. വീട്ടിൽ പോയ സമാധാനമുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറ, വീട്ടിൽ പോയ സമാധാനമുണ്ടോ? ഇല്ല. ഇരിക്കുന്ന പെണ്ണുങ്ങൾ സ്വർണവും എല്ലാം ഉണ്ട്, എല്ലാത്തിൻ്റെ കയ്യിലും ഉണ്ടോ? കെട്ടിയ പുരുഷന്റെ അവസ്ഥ എന്താ നിനക്കറിയാലോ? ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? വീടിനകത്തിരുന്ന് നിസ്കാര പായിലിരുന്ന് കരയുകയല്ലേ? എന്തേ നിനക്ക് പറ്റിയത്? ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെന്ന്. കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല, മൂല അവിടെ തന്നെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും തകിടിട്ടതോ മുട്ട കുടിച്ചിട്ടതോ അല്ല നിന്നിങ്ങനെ ആകാൻ കാരണം. നീ യത്തീംഖാനയിലാകാനുള്ള കാരണം നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എടോ, നിങ്ങളുടെ വീട്ടിൽ ഈ ചങ്ങായിമാരെന്തടാ? ആ പൊന്നുമക്കളെ ഞാൻ മദ്രസയെ പോലും പഠിപ്പിക്കാത്ത ഉസ്താദാ. കാരണം എനിക്ക് അത്ര ക്ഷമയായതുകൊണ്ട്. ഇനി സംസാരിച്ചാൽ ഞാൻ ഈ സ്റ്റേജിൽ കയറ്റി നിർത്തും എല്ലാത്തിനെയും. മിണ്ടാതിരുന്നവിടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് അടുത്തിരുന്ന് ഇങ്ങനെ അടുത്ത് വാ, വാ അടുത്തോട്ട് വാ. എല്ലാവരും കസേര കയറ്റിയിട്ട് വാ, ഞാൻ നിർത്തുവാ പെട്ടെന്ന്. ഇങ്ങോട്ട് വാ. വയറൊക്കെ നോക്കിക്കോ, നിങ്ങളെ കിരികണം. പെട്ടെന്ന് കയറിയിരുന്നാ നിർത്താ ഇൻഷാ അല്ലാഹ്. വാ, അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇരുതാത്താൻ വരെ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കൈമടക്കൊന്നും തരണ്ട. അവിടെ ഇവിടെയും പോവല്ലോ വീട്ടിലെ കാര്യം നോക്കാൻ. കന്നിമൂല ഇല്ലാന്ന് ഞാൻ പറയണില്ല. ചിലർ ഉസ്താദിൻ്റെ അടുക്ക വന്ന് ചോദിക്കും, ഉസ്താദെ പൈപ്പ് ഇങ്ങോട്ടിരിക്കുന്നുണ്ടോ, വാതിൽ ഇങ്ങോട്ടിരിക്കുന്നുണ്ടാണോ, ജനൽ ഇങ്ങോട്ടിരിക്കുന്നുണ്ടാണോ, ഞാൻ അങ്ങോട്ടിരിക്കുന്നുണ്ടോ? അല്ല, കന്നിമൂല ഇല്ലാന്ന് ഞാൻ പറയണില്ല കേട്ടാ. കന്നിമൂലയൊക്കെ ഉണ്ട്. അത് വീട് വെക്കുന്നതിന് മുമ്പ് നോക്കണമായിരുന്നു മൂല. ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, വീട് വെക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നോക്കണം. വീട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 1 വാഹനം. ചിലർ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വാഹനം കൊണ്ട് രക്ഷപ്പെടും, ഇല്ലെങ്കിൽ അവൻ ആ വാഹനം കൊണ്ട് പണിതൊരു പരുവത്തിലാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ? ചില വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്നും ഇടിയായിരിക്കും. ഇവൻ റോഡ് സൈഡിൽ നിന്നാലും ഇടിക്കും. എന്നും പണി. ഇല്ലേ? അപ്പൊ വാഹനം നല്ലതല്ല ചിലർക്ക്. ചില വാഹനം എടുത്ത് ശകുനമെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ അപ്പൊ 1 വാഹനം, 2 വീട്. നല്ലതുപോലെ ജീവിച്ചുകൊണ്ടിരുന്നതാ, ഒരു പുതിയ വീട് വെച്ച് കയറി, രോഗം, പ്രശ്നം, ദുരിതം, ബുദ്ധിമുട്ട്, മരണം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ വീട് ചിലർക്ക് ശരിയാകൂല. അപ്പൊ 1 വാഹനം, 2 വീട്. 3 പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുക. പറയണോ? നിങ്ങൾ വേണോന്ന് പറയും. പെണ്ണുങ്ങളെ പറയണോ? ചില ചെറുപ്പക്കാര് പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ പറയും, ആമിന, എന്നാണോ നീ എൻ്റെ ജീവിതത്തിൽ വന്നത്? അല്ലാഹു അഅലം. പഠിച്ചത് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നീ എൻ്റെ ജീവിതത്തിൽ എന്നാണോ നിന്റെ കൂടെ ഞാൻ കൂടിയത്, അന്ന് മുതൽ എൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാന്ന് പറയുന്നവരുണ്ട്, നല്ലത് പറയുന്നവരുണ്ട്. അള്ളാഹു നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. വണ്ടിയാണെങ്കിൽ വിൽക്കാം, വീടാണെങ്കിൽ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഇവരെ വല്ലതും ചെയ്താ ഉണ്ട നിന്ന അതവസ്ഥ. ഇവരെ വല്ലതും ചെയ്താ സഹിച്ചോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിന്റെ പരിഹാരം എന്താ? നിങ്ങളുടെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം, നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരാളിരുന്നിട്ട് കരയുന്നുണ്ട്. ആ കണ്ണുനീര് തുടയ്ക്കാത്ത കാലത്തോളം നിന്റെ വീട്ടിൽ സമാധാനം കിട്ടൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. ആരാ കരയുന്നേ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തുണ്ട്. ആ ഖുർആൻ എടുത്ത് വീട്ടുകാർ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പം മനസ്സിലായോ? നമ്മുടെ പഴയ ഒരു വീടില്ലേ, പാപ്പായും ഉമ്മായും നമ്മൾ ജനിച്ച ഒരു വീട്, തറവാട് ഇല്ലേ? അങ്ങനെയല്ലേ പറയാ? തറവാട് പറയില്ലേ? ആ വീട്ടിൽ കിടന്നപ്പോൾ കിട്ടിയ ഒരു സന്തോഷം ഇപ്പൊ പണിത 2 നിലയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ലക്ഷങ്ങൾ പണിതിട്ടൊരു വീട് വെച്ചല്ലോ, ആ കൂരയ്ക്കകത്ത് കിട്ടിയ ഒരു സമാധാനവും സന്തോഷവും ഇപ്പൊ പണിത വീടിനകത്തുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? എടാ, നമ്മുടെ ഉമ്മ, അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുത്തിട്ട് നിസ്കാരപ്പായിൽ വരും. എന്നിട്ട് ഉമ്മ പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ ഈ ദിക്ർ പറഞ്ഞ് കാത്തിരിക്കും ബാങ്ക് വിളിക്കാൻ. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഉമ്മ നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു. ഖുർആൻ എടുത്തിട്ട് ഉമ്മ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് ഓതാതെ ഉമ്മ ആ പായിൽ നിന്ന് എഴുന്നേക്കില്ലായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് നമ്മുടെ വീട്ടിൽ മഗ്രിബിൻ്റെ സമയമാകുമ്പോൾ നിന്റെ പെണ്ണും പിള്ള കാലിൻ്റെ മുകളിൽ കാലും കയറ്റി TV-യുടെ ഫ്രണ്ടിൽ വന്നിട്ട് റിമോട്ട് എടുത്തിട്ടിരിക്കും. മലയാള മനോരമ, ഏഷ്യനെറ്റ്, സൂര്യ, കൈരളി ചാനൽ നെക്കിക്കൊണ്ടിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ നിന്റെ വീട്ടിൽ വന്ന അവസ്ഥ. സൂറത്തുൽ വാഖിഅ ആരെങ്കിലും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ പാരായണം ചെയ്ത, പണ്ട് പിരിവെടുത്തിട്ട് കല്യാണം ഉണ്ടോ? നമ്മുടെ വാപ്പ പെങ്ങളെ കെട്ടിച്ചത് ലോൺ എടുത്തിട്ടാ, അല്ലെങ്കിൽ പിരിവെടുത്തിട്ടാ, പലിശക്കെടുത്തിട്ടാ? അല്ല. എടോ, അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീട്ടിൽ മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അള്ളാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാകില്ല, നീ പേടിക്കണ്ട. സഹാബത്തിന്റെ ചരിത്രം തെളിവാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ, ഇത് പഠിപ്പിക്കും മക്കളോട്.
നിനക്ക് എവിടെ സമയം? നിനക്ക് റീൽസ് എടുക്കാനല്ലേ സമയമുള്ളൂ. ഉമ്മയുടെ റീൽസ് മോളെടുക്കും, മോളുടെ റീൽസ് ഉമ്മ എടുക്കും. എന്നിട്ട് തെണ്ടും, ഷെയർ ചെയ്യ്, ലൈക്കുതാ തെണ്ടു ആ ഉമ്മത്ത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ അങ്ങനെ അള്ളാഹ് കാക്കുമാറാകട്ടെ. അല്ലേ, ഉമ്മാടെ റീൽസ് ഇല്ലേ, ഉമ്മാടെ ഇന്ന് റീൽസിന്റെ കാലം. ഗെയ്സ് എന്നാ വിളിക്കണം, എല്ലാം പുതിയത് ഇതായിരിക്കണം, ചെറുത് എല്ലാം ഗെയ്സിന്റെ പുറകില. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല. സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ അറിയാം ഈ സൂറത്തിന്റെ മഹത്വം എന്താണ്. അത് പള്ളിപ്പറമ്പിലെ ഇരുട്ടുകളുടെ ഖബറിനകത്ത് ചെല്ലുമ്പോൾ അറിയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3 സൂറത്തുൽ റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരും ദുആ ചെയ്യാൻ. ആര് വരും? അള്ളാന്റെ മലക്കുകൾ വരും നിന്റെ വീട്ടിൽ ദുആ ചെയ്യാൻ. സഹാബത്തിന്റെ കഥയുണ്ട്, ചരിത്രമുണ്ട്. മലക്കുകൾ ഇറങ്ങി വന്നു സൂറത്തുൽ റഹ്മാൻ ഓതിയപ്പോ. ഉസ്താദേ, ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണം. സൂറത്ത് സജദ എന്റെ 3 പേജല്ലേ ഉള്ളൂ, 2 പേജ് അപ്പുറം സൂറത്തു സജദ പാരായണം ചെയ്യ്, ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യ്, ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പെങ്ങളെ, ഇന്ന് മഗ്രിബ് കഴിഞ്ഞാൽ പടച്ചവനെ ഖുർആൻ ഓതലല്ല. പണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ, ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാ സഹോദരാ. പടച്ചവനെ, ഇന്ന് സീരിയലിന്റെ ശബ്ദമാണ്. പ്രായം ചെന്ന ഉമ്മമാര് ഖുർആൻ ഓതുമായിരുന്നു, അത് പണ്ടായിരുന്നടോ. ഇന്ന് സീരിയൽ കണ്ടിട്ട് കരയുന്ന കാലമാ. ഉമ്മമാര് സീരിയലിന്റെ അടിമകളാ. അതാ ചെറുപ്പക്കാര് കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായതുപോലെ ഇന്ന് പെണ്ണുങ്ങൾ സീരിയലിന്റെ അടിമകളാണ്. കാണാതെ ഇരിപ്പുറയ്ക്കുന്നില്ല. പടച്ചവനെ, സീരിയൽ കണ്ട് കരയുകയാ ഉമ്മ. നേരത്തെ ആണുങ്ങൾ കാണില്ലായിരുന്നു, ഇപ്പൊ പ്രായമുള്ള വാപ്പയും കൂടെ ഇരുന്ന് കാണുന്ന കാലമാ. മഗ്രിബ് കഴിഞ്ഞ രാത്രി 9:30 വരെ സീരിയൽ കണ്ട് ആസ്വദിക്കുന്ന ഉപ്പമാരെ, കരയുന്ന ഉമ്മമാരെ, നീ ഖുർആൻ ഓതിയിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരികയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വഹാബികളുടെ ഇടയിലേക്ക് നബി തങ്ങൾ കടന്നു വന്നു. സ്വഹാബാ, ഖുർആൻ ഓത് സഹാബാ, ഖുർആൻ ഓത് സഹാബാ. അല്ലാഹുവേ, നബി തങ്ങളോട് ചോദിച്ചു, ഏത് സൂറത്ത് ഓതണം നബിയേ? റസൂലുള്ള പറഞ്ഞു, സൂറത്തു തകാസുർ ഓതാൻ. സ്വഹാബി അവിടുന്ന് ഓതുകയാണ്. ആ ചെറിയ സൂറത്ത് ഓതുമ്പോ നബി തങ്ങൾ ഇരുന്ന് കരയുകയാ. സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബത്തെ, നിങ്ങൾ എന്തേ കരയാത്തത്? യാ റസൂലല്ലാഹ്, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമത് മോദാൻ. സ്വഹാബത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് രണ്ടാമത് മോദി. നബി തങ്ങൾ കരഞ്ഞു, സ്വഹാബത്തിൽ പലരും കൂടെ കരഞ്ഞു. ഓതിക്കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? നബിയെ, കരച്ചല് വരുന്നില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? സഹാബാ, കരയണേ സഹാബാ. സീരിയൽ കണ്ട് കരയുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് നബി തങ്ങൾ പറയുകയാ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ,
ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ, കരച്ചല് വരുന്നില്ലേ? അഭിനയിക്കണേ സഹാബ. വഅദ് നിർത്തുകയാണ്. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ. കരയില്ലടാ ചെറുപ്പക്കാരാ, കരച്ചെരുവലില്ല പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അഭിനയിക്കാൻ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നീ കരയുന്നവരെ പോലെ അഭിനയിക്ക്, നിനക്ക് സ്വർഗമുണ്ടുമ്മാ. സീരിയൽ കണ്ട് കരയുകയാ. ഇന്ന് അല്ലാഹുവേ നമ്മൾ കരയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിലാ. എന്നാ കരയേണ്ടത് ഖുർആൻ ഓതുമ്പോഴാണ്. ഏത് സൂറത്താ ഓതേണ്ടതെന്നറിയോ? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. ഈ സൂറത്ത് ഓതുമ്പോ കരയണം ചെറുപ്പക്കാരാ, അഭിനയിക്കണം ചെറുപ്പക്കാരാ. ഉമ്മമാരെ, സീരിയലിലെ നടിയുടെ കണ്ണ് നിറയുമ്പോ എന്തിനാ ഉമ്മ കരയുന്നത്? എന്തിനാ പെങ്ങളെ കരയുന്നത്? അവളുടെ അഭിനയം കണ്ടിട്ട് നീ കരയുമ്പോ അവൾ പണത്തിന് വേണ്ടി കരയുകയാണെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാ നീ കരയുന്നത്? എല്ലാ സീരിയൽ നടിമാരെ അറിയാ, എല്ലാ സിനിമാ നടിമാരെയും അറിയാ. എങ്കിലും നീ അറിയണ്ട ചിലരുണ്ട് പെങ്ങളെ. നിനക്ക് ഫാത്തിമാനെ അറിയുമോ? ഖദീജാനെ അറിയുമോ? ആയിഷാനെ അറിയുമോ? മൈമൂനാനെ അറിയുമോ? നഫീസത്തുൽ മിസ്രി അറിയുമോ? എന്റെ ഉമ്മമാർക്ക് ഞാനൊരു മഹദിയെ പറഞ്ഞു തരട്ടെ. എന്റെ ഉമ്മമാർക്ക് ഞാനൊരു മഹദിയെ പറഞ്ഞു തരാ. ആരാണെന്നറിയോ? ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു ഖബറ് കാണാ. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഖബറ് കാണാ. മഹദി നഫീസത്തുൽ മിസ്രിയ. ആരാണെന്നറിയോ? ഒരിക്കൽ വഅദ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീഴുകയാ. നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാ. എല്ലാവരും പിരിഞ്ഞു പോയടോ. നഫീസത്തുൽ മിസ്രിയാന് ബോധം തിരിച്ചു വന്നപ്പോ കരഞ്ഞുകൊണ്ടോടുകയാ. തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പടച്ചവരെ, വീട്ടിലേക്ക് വന്ന് മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തു. എന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റി. എന്നിട്ട് വീടിനകത്ത് കബറ് കുടിച്ച മഹദിയാ. ആരുമറിയാതെ തന്റെ വീടിനകത്ത് കബറ് കുടിക്കുകയാണ് നഫീസത്തുൽ മിസ്രിയ. കരയുകയാ ഉമ്മ. കബറിലെ മണ്ണ് പോലും നനയുകയാണ്. ആരുമറിയാതെ വീടിനകത്ത് കബറ് കുടിക്കുകയാണ്. പകലും നോമ്പുകാരിയാണ്, രാത്രിയിലാണ് കബറ് കുടിക്കുന്നത്. അങ്ങനെ ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടു കബറ് കുടിച്ചു. കബറ് കുടിച്ചു കഴിഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് വുളുവെടുക്കുകയാണ്. മുസല്ലയെടുത്തു, കബറിനകത്തിറങ്ങി. അതാ സ്വന്തം കൈ കൊണ്ട് കുഴിച്ച ആ
ഖബറിനകത്ത് ഇറങ്ങിയിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ 10000 റക്അത്ത് ഖബറിനകത്തിരുന്ന് നിസ്കരിച്ച മഹദിയാ. അല്ലാഹുവേ, ഒരു കയ്യിൽ വിളക്കും ഖുർആനും എടുത്തിട്ട് വീടിനകത്ത് കുടിച്ചിട്ടിരുന്ന ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അവിടെ മുതൽ മിനൽ ജിന്നത്തി വന്നാസ് 114 സൂറത്തുകള് 6000 പ്രാവശ്യം ഓതിയും 6000 ഖത്തം ഓതി തീർത്തു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്നിട്ട്, ഇത് തിരക്കഥയല്ല, ഇത് സീരിയലിന്റെ കഥയല്ല, ഇത് സിനിമാ കഥയല്ല, 6000 ഖത്തം ഓതി. എല്ലാ ദിവസവും നോമ്പാണ്, രാത്രിയിൽ ഉറക്കമില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ കാണാനഴകുള്ള സുന്ദരിയായ മഹദിയായിരുന്നു. അവസാനം അവിടത്തെ തൊലിയൊക്കെ കറുത്തു, എല്ലും തോലുമായി കണ്ണു കുടിഞ്ഞുപോയി. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, നഫീസ, എന്തിനാ നീ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? നീ എന്തിനാ ഉറക്ക വഴിയുന്നത്? നഫീസ, നീ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്ക് നഫീസ. നീ ഉറച്ചു നേരമെങ്കിലും ഉറങ്ങു നഫീസ. നിന്റെ തൊലി കറുത്തു നഫീസ. നീ എത്ര സുന്ദരിയായിരുന്നു നഫീസ. നിന്നെ കാണാൻ എന്തഴകായിരുന്നു നഫീസ. നിന്റെ കണ്ണു കുടിഞ്ഞല്ലോ, നിന്റെ തൊലി കറുത്തല്ലോ, നിന്റെ എല്ലും തൊലിയും ആയല്ലോ നഫീസ. ഇങ്ങനെ ഉറക്ക വഴിയല്ലേ, നീ മരിച്ചു പോകും നഫീസ. നഫീസത്തുൽ മിസ്രിയോട് തന്റെ കുടുംബക്കാര് വന്ന് ഉപദേശിക്കുമ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. നിന്നെ പോലെ ജീവിച്ചിരുന്ന വിചാരമുള്ള പച്ചയിറച്ചിയുള്ള സുന്ദരിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ 30 കൊല്ലം അല്ലാഹുവിനോട് ഖബറിനകത്തിരുന്ന് ദുആ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവേ, മരിക്കുമ്പോ എന്നെ ഒരു നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ ദുആയാ, ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ ദുആയാണ്. മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണം തമ്പുരാരെ. അല്ലാഹുവേ, എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ, എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ. വന്നവര് മുഴുവനും തോറ്റുപോയടോ, കരഞ്ഞുകൊണ്ട് പോയടോ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരണമെടുത്തപ്പോ പോയിട്ട് കുളിച്ചു. അവിടെ നിന്ന് മയ്യത്ത് കുളിച്ചിട്ട് വാങ്ങിവെച്ച കഫൻ തുണിയും ധരിച്ചുകൊണ്ട് കുഴിച്ചിട്ട ഖബറിന്റെ ചാരത്ത് പോയി കിടക്കുകയാണ്. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ റൂഹ് പിടിക്കാൻ മലക്കുകൾ അവിടെ നിന്ന് കടന്നു വരികയാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ് നഫീസ റളിയല്ലാഹു തആല അൻഹ. പടച്ചവനെ, മലക്കുകൾ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ ഖുർആൻ എടുത്തു വെച്ച് പാരായണം ചെയ്യുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം എടുത്തിട്ട് അവിടെ നിന്ന് പാരായണം ചെയ്യുകയാ. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയോ? ലഹും ദാറുസ്സലാ, ലഹും ദാറുസ്സലാ ഇൻദ റബ്ബിഹിം വഹും വലിയുഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്ത്.
അള്ളാന്റെ ഖുർആനിൽ സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് നഫീസ റളിയല്ലാഹു തആല ഖുർആൻ മടക്കി വെക്കുകയാണ്. മലക്കുകൾ പറയും, കരയല്ലേ നഫീസ, കരയല്ലേ നഫീസ, എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ വിഷമിക്കുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ തന്റെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. ശത്രുക്കൾ വീടിനകത്തേക്ക് കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലൂടെ കടാര കുത്തിയിറക്കുമ്പോ അള്ളാന്റെ ഖുർആൻ മുറുകെ പിടിച്ചടാ ചെറുപ്പക്കാരാ. അള്ളാന്റെ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്ത് വെട്ടുകൊണ്ടിട്ട് രക്തമിങ്ങനെ ഖുർആനിലേക്ക് വീഴുമ്പോ ഉസ്മാൻ തങ്ങൾ തുറന്നു നോക്കുകയാണ്. എവിടെയാ വീണത്? എന്റെ രക്തം എവിടെയാ വീണത്? ഉസ്മാൻ തങ്ങളെ ചിരിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. അള്ളാന്റെ ഖുർആൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശഹീദായ സഹാബിയാ സയ്യിദുനാ ആ സ്വഹാബി കിടക്കുന്ന സ്വർഗമാദിയും കൊതിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ്. അല്ലാഹുവിന്റെ അഹ്ലുകാര്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അഹ്ലുകാരാക്. ഖുർആൻ പഠിക്ക്, ഹാഫിളീങ്ങളാക്, ഹാഫിളീങ്ങളാക്. ഖുർആൻ പഠിക്ക്, ഖുർആൻ പഠിപ്പിക്ക്, ഖുർആൻ പാരായണം ചെയ്യ്, ഖുർആനിനെ ആദരിക്ക്, ഖുർആനിനെ ഉളവില്ലാതെ തൊടല്ലേ, ഖുർആൻ ഖിബ്ലയുടെ നേരെ ഇരുന്ന് പാരായണം ചെയ്യണ്, ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ. അല്ലാഹുവേ, ഖുർആൻ ഓതി കരയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്.